ഒമാനിലെ വാദി കബീർ ഇന്ത്യൻ സ്കൂളിലെ ഫീസ് വർധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. ഫീസ് വർധന പിൻവലിക്കാത്ത പക്ഷം ഇന്ത്യൻ എംബസിയിലും കേന്ദ്ര സർക്കാരിലും പരാതി നൽകുമെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻവർഷങ്ങളെക്കാൾ 34 ഒമാനി റിയാലിന്റെ വർധനവാണ് വാദി കബീർ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് ഈ വർഷത്തെ ഫീസിൽ ചുമത്തിയിരിക്കുന്നത്. പുതിയ അധ്യയന വർഷം ട്യൂഷൻ ഫീസിൽ 2 റിയാലിന്റെ വർധനവാണ് വരുത്തിയത്. ടേം ഫീസ് 20 റിയാൽ ആയിരുന്നത് 30 റിയാലായും ഉയർത്തി. കഴിഞ്ഞ 2 വർഷത്തിനിടെ 58 റിയാലിന്റെ വർധനവാണ് ഫീസിലുണ്ടായത്. എല്ലാ വർഷവും 2015 മുതൽ 15-ൽ 34 റിയാലും 16-ൽ 12 റിയാൽ 17-ൽ 12 റിയാൽ ഇങ്ങനെ എല്ലാ വർഷവും വർദ്ധിപ്പിക്കുകയാണ്. അന്നൊന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് മാർക്കറ്റിൻ്റെ അവസ്ഥ അത്ര മോശമായിരുന്നില്ല. ഇന്ന് വളരെ മോശമായ ഒരു അവസ്ഥയിലാണ്. എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. സാലറി 2-3 മാസമൊക്കെ പെൻഡിങ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ ചെലവഴിക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. വിപണിയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി നിലനിൽക്കുന്നത് മൂലം തൊഴിലുടമകൾ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ഈ വർധനവ് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് രക്ഷകർത്താക്കളുടെ നിലപാട്. For 2 kids for me 70 riyal is not at all affordable, and on to the status what now Oman market has been facing, we are not getting salaries on time. We have also got the reduction in salaries. We have really a big problem. ശമ്പളം കുറവായതിനാൽ മികച്ച അധ്യാപകരെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇത് മുൻനിർത്തി നിലവിലുള്ള അധ്യാപകർക്കടക്കം ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളിലെ പാഠ്യേതര പരിപാടികളുമായി ബന്ധപ്പെട്ട് ഒരു വർഷം 67,000 റിയാലോളം ചെലവ് വരുന്നുണ്ട്. ഈ സാഹചര്യം മുൻനിർത്തിയാണ് ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും സ്കൂളുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. മീഡിയ 1 മസ്കത്ത്. റമദാന് മസ്ജിദുൽ ഹറമിൽ നടത്തുന്ന വിപുലമായ ഒരുക്കങ്ങൾ തകൃതിയിൽ നടക്കുകയാണ്. മസ്ജിദുൽ ഹറമിന്റെ ഏറ്റവും മുകളിലുള്ള ടെറസിന് ചുറ്റും സുരക്ഷാ വേലി സ്ഥാപിക്കുന്നുണ്ട്. ഈ ജോലികൾ ഷാബാൻ മധ്യത്തോടെ പൂർത്തിയാകും. നമസ്കരിക്കാനെത്തുന്നവരുടെ സുരക്ഷ കണക്കിലെടുത്താണ് കഅബ പ്രദക്ഷിണം ചെയ്യാനുള്ള ടെറസിൽ വേലി. 500 മീറ്റർ നീളത്തിലും 3.23 മീറ്റർ ഉയരത്തിലുമാണ് സുരക്ഷാ വേലി. മക്ക ഡെപ്യൂട്ടി ഗവർണർ അമീർ ബദർ ബിൻ സുൽത്താന്റെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തി. റമദാനിൽ ഹറമിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളും ഒരുക്കങ്ങളും യോഗം പരിശോധിച്ചു. 3ാം സൗദി ഹറം വികസന പദ്ധതിക്ക് കീഴിൽ പൂർത്തിയായ പദ്ധതികൾ യോഗത്തിൽ വിശദീകരിച്ചു. 4 ലക്ഷം പേർക്ക് നമസ്കരിക്കാൻ കഴിയുന്ന 6 മുറ്റങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. മത്താഫിൽ മണിക്കൂറിൽ 1,07,000 പേർക്ക് തവാഫ് ചെയ്യാനാകും. മണിക്കൂറിൽ 1,23,000 പേർക്ക് സഫ മർവ മലകൾക്കിടയിൽ കർമ്മങ്ങൾ പൂർത്തിയാക്കാനുമാകും. മീഡിയ 1 മക്ക. റമദാനിൽ തീർത്ഥാടകർക്കായുള്ള ഗതാഗത പദ്ധതി വിപുലമായി നടപ്പാക്കും. ചെയിൻ ബസ് സർവീസിലൂടെ ഇത്തവണ 450 ലക്ഷം പേരെ ഹറമിലേക്കും തിരിച്ചും എത്തിക്കാനാണ് പദ്ധതി. ഇതിനായി 2200 ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. 2.5 ലക്ഷം വാഹനങ്ങൾക്ക് മക്ക പ്രവേശന കവാടങ്ങൾക്കടുത്ത് പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ സൗകര്യമൊരുക്കും. മക്കയിൽ 6 ബസ് സ്റ്റേഷനുകൾ ഒരുക്കും. മക്ക ഗവർണറേറ്റിന് കീഴിലെ ഭക്ഷണ വിതരണ കമ്മിറ്റി നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളും വിപുലമായി നടപ്പാക്കും. ഇതിനായുള്ള പദ്ധതികളാണ് മക്കയിൽ ആവിഷ്കരിക്കുന്നത്. റമദാനിൽ ഹറമിലും മക്കയിലെ വിവിധ പള്ളികളിലും വിവിധ സ്ഥലങ്ങളിലായി 22 ദശലക്ഷം ഇഫ്താറുകൾ ഉണ്ടാകും. ഹറമിൽ 210 കവാടങ്ങൾ, 34,000 കാർപ്പറ്റുകൾ, സംസമിനായി 25,000 പാത്രങ്ങൾ, 10,000 ഉന്തുവണ്ടികൾ, ശുചീകരണ ജോലികൾക്ക് 4,000 ഉപകരണങ്ങൾ, ബോധവൽക്കരണത്തിന് സ്ക്രീനുകൾ എന്നിവയും തയ്യാറാണ്. വിവിധ ഭാഷകളിലുള്ള പഠന ക്ലാസുകളും പ്രഭാഷണവും ഇക്കാലയളവിലുണ്ടാകും. മീഡിയ 1 മക്ക. കുവൈറ്റിലെ വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ട്രാഫിക് പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകും വിധം അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നവരോട് വിട്ടുവീഴ്ച വേണ്ട എന്ന് ഗതാഗത വകുപ്പ് മേധാവി മേജർ ജനറൽ ജമാൽ അൽ സായിഖ് നിർദ്ദേശം നൽകി. തിരക്കേറിയ നിരത്തുകളിൽ പോലും വാഹനം കറക്കി ഭീതി പരത്തുന്ന പ്രവണത വ്യാപകമായ സാഹചര്യത്തിലാണ് ട്രാഫിക് മേധാവിയുടെ ഇടപെടൽ. രാജ്യത്തിന്റെ പല ഭാഗത്തും റോഡുകളിലെ വാഹനാഭ്യാസം പതിവ് കാഴ്ചയായതായി കഴിഞ്ഞ ദിവസം പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. അഹമ്മദി, ക്യാപിറ്റൽ, ഫർവാനിയ ഗവർണറേറ്റുകളിൽ ഇത്തരം കേസുകൾ കൂടുതലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വാഹനം കറക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ പലപ്പോഴും വൈറലാകാറുമുണ്ട്. ഇത്തരം വീഡിയോ ക്ലിപ്പുകൾ പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും മേജർ ജനറൽ ജമാൽ അൽ സായിഖ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഖത്തറിൽ അസ്ഥിര കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം വീശിയടിച്ച ശക്തമായ പൊടിക്കാറ്റിന് പിന്നാലെ ഇന്നലെയും ഇന്നുമായി പലയിടങ്ങളിലും മഴ പെയ്തു. ഈ ആഴ്ച മുഴുവനും കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അറേബ്യൻ ഉപദ്വീപിൽ രൂപം കൊണ്ട ശക്തമായ ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ മാറ്റത്തിന് കാരണമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. വ്യോമയാന രംഗത്ത് പുതുചരിത്രം സൃഷ്ടിച്ച സൗദി അറേബ്യ രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ഹോക്ക് ജെറ്റ് പരിശീലന വിമാനം പുറത്തിറക്കി. വിമാനത്തിന്റെ 70% നിർമ്മാണവും നിർവഹിച്ചത് സ്വദേശി വിദഗ്ധരാണ്.
ദഹ്റാനിലെ കിങ് അബ്ദുൽ അസീസ് എയർബേസിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രൗഢഗംഭീര ചടങ്ങിൽ സൗദി കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ വിമാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉന്നത നേതാക്കളും സൈനിക മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തു. കിരീടാവകാശി വയർലെസ് ഫോൺ വഴി അനുവാദം നൽകിയതോടെ രാജ്യത്തെ ആദ്യ ഹോക്ക് ജെറ്റ് പരിശീലന വിമാനം ആകാശത്തേക്ക് കുതിച്ചുയർന്നു. പുതിയ വിമാനത്തിൽ അദ്ദേഹം തന്റെ കയ്യൊപ്പും ചാർത്തി. വ്യോമയാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആഗോള വിദഗ്ധർക്ക് കീഴിൽ 2 വർഷക്കാലമായി പരിശീലനം നേടിയ സൗദി യുവാക്കളാണ് വിമാനത്തിന്റെ 70% നിർമ്മാണവും പൂർത്തീകരിച്ചത്. പ്രതിരോധ സുരക്ഷാ വ്യോമയാന മേഖലയിലെ ലോകപ്രശസ്ത കമ്പനിയായ BAE സിസ്റ്റത്തിന്റെ സഹകരണത്തോടെ സൗദി ബ്രിട്ടീഷ് ഡിഫൻസ് കോർപ്പറേഷൻ പ്രോഗ്രാമാണ് ഇവരുടെ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. വിഷൻ 2030ന്റെ ഭാഗമായി സൈനിക യുദ്ധസാമഗ്രികൾ തദ്ദേശീയമായി നിർമ്മിക്കുകയും അതുവഴി ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യവും ഇത്തരം നിർമ്മാണങ്ങൾക്ക് പിന്നിലുണ്ട്. പുറമെ കൃത്രിമോപഗ്രഹ ആണവോർജ്ജ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും വിഷൻ 2030 ലക്ഷ്യമിടുന്നുണ്ട്. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലായിരുന്ന ഗാർഹിക തൊഴിലാളി വകുപ്പ് മാൻ പവർ അതോറിറ്റിയിലേക്ക് മാറ്റി. തൊഴിൽ വിപണി ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. ഗാർഹിക മേഖലയുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് നടപടികൾക്കും തൊഴിൽ പരാതികൾക്കും വെവ്വേറെ വിഭാഗങ്ങൾ അതോറിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കും. റിക്രൂട്ടിംഗ് ഏജൻസികളുടെ രജിസ്ട്രേഷൻ, അംഗീകാരം, ലൈസൻസ് പുതുക്കൽ തുടങ്ങിയ നടപടിക്രമങ്ങൾക്കായാണ് ഒരു വിഭാഗം പ്രവർത്തിക്കുക. തൊഴിൽ പരാതികളുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ വിഭാഗത്തിന്റെ പ്രവർത്തനം. ഏജന്റുമാർക്കും സ്പോൺസർമാർക്കുമെതിരെ തൊഴിലാളികൾ നൽകുന്ന പരാതികൾ ഈ വിഭാഗം പരിശോധിക്കും. ശമ്പളം നൽകാതിരിക്കലും തൊഴിൽ പീഡനങ്ങളും ഉൾപ്പെടെയുള്ള പരാതികൾ തൊഴിലാളികൾക്ക് നേരിട്ടു നൽകാം. മധ്യസ്ഥ ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ തൊഴിലാളികളെ അഭയകേന്ദ്രത്തിലേക്ക് അയക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകാനും അധികൃതർ അവസരമൊരുക്കും. ഗാർഹിക വിസയിലെത്തുന്നവരെ വിമാനത്താവളത്തിൽ നിന്നും നേരിട്ട് സ്പോൺസറുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും ഏജൻസി ഓഫീസുകളിൽ പാർപ്പിക്കരുതെന്നും മാൻപവർ അതോറിറ്റിയിലെ ലേബർ പ്രൊട്ടക്ഷൻ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മുത്തവ നിർദ്ദേശിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിൽ മന്ത്രാലയങ്ങളുടെയും സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ പ്രതികരണം അറിയാനായി വികസന കണക്കെടുപ്പ് അതോറിറ്റി സർവേ തുടങ്ങി. സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ജനപ്രിയമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സർക്കാർ ഓഫീസുകളിലും വിവിധ സേവന കേന്ദ്രങ്ങളിലും എത്തുന്നവരിൽ നിന്നാണ് അഭിപ്രായം ആരായുന്നത്. അതത് മന്ത്രാലയങ്ങളിലെയും സർക്കാർ ഓഫീസുകളിലെയും പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണോ എന്ന് പരിശോധിക്കുകയാണ് സർവേയുടെ ലക്ഷ്യം. ഈ മാസാവസാനം വരെ സർവേ തുടരും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റായ ഹുക്കൂമി, വിവിധ മന്ത്രാലയങ്ങളുടെ വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്പുകൾ എന്നിവയിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനങ്ങളെക്കുറിച്ചും വിവരം ശേഖരിക്കുന്നുണ്ട്. ഓഫീസുകളിൽ നിന്നുള്ള വിവരശേഖരണത്തിനു പുറമെ പാർപ്പിട മേഖലകളിലെത്തിയും വിവരം ശേഖരിക്കുന്നുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരാണ് വിവരങ്ങൾ ആരായുക. ഓരോ സ്ഥലത്തും തെരഞ്ഞെടുത്ത വീടുകളിൽ നിന്നും മാത്രമായിരിക്കും വിവരശേഖരണം. തുടർച്ചയായ 4ാം വർഷമാണ് സർക്കാർ ഇത്തരത്തിൽ സർവേ സംഘടിപ്പിക്കുന്നത്. മീഡിയ 1, ദോഹ. ചെങ്കടൽ പദ്ധതിയുടെ പ്രാഥമിക ഘട്ട ജോലികൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് റെഡ് സീ ഡെവലപ്മെന്റ് കമ്പനി അറിയിച്ചു. താൽക്കാലിക റോഡുകൾ, താമസ കേന്ദ്രങ്ങൾ, കടൽക്കരയിൽ നടപ്പാതകൾ, ഹെലിപാഡ് എന്നിവയാണ് പ്രാഥമിക പദ്ധതികൾ. ചെങ്കടൽ തീരത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ടൂറിസം വിനോദ പദ്ധതിയാണ് ഇത്. ചെങ്കടൽ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. കോടികൾ ചെലവരുന്ന പദ്ധതി പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം പദ്ധതിയാകും ഇത്. രാജ്യത്തെ പടിഞ്ഞാറെ തീരപ്രദേശത്ത് 28,000 ചതുരശ്ര കിലോമീറ്ററിലാണ് മാസ്റ്റർ പ്ലാൻ. 2022ഓടെയാണ് പദ്ധതി പൂർത്തിയാവുക. 14 വൻകിട ഹോട്ടലുകളോട് കൂടിയാണ് റെഡ് സീ പദ്ധതി. 70,000ഓളം തൊഴിലവസരങ്ങളുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പദ്ധതി എണ്ണയിതര വരുമാനം വർദ്ധിപ്പിക്കും. സ്വകാര്യ മേഖലകൾക്ക് നിക്ഷേപത്തിനും ടൂറിസം മേഖല വികസിക്കാനും അവസരമൊരുക്കും. പരിസ്ഥിതിയും രാജ്യത്തെ സാംസ്കാരിക പൈതൃകവും കാത്തുസൂക്ഷിക്കുന്നതായിരിക്കും പദ്ധതി. സ്ഥലത്തെ 90 ദ്വീപുകളിൽ 22 വികസിപ്പിക്കും. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലായി 14 ഹോട്ടലുകളാണ് ഒരുക്കുക. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ദുബായ് ഗ്ലോബൽ വില്ലേജ് സീസണ് കൊടിയിറങ്ങാൻ ഇനി 10 ദിവസം മാത്രം. സീസൺ കാലത്ത് ദുബായിലെത്തി 6 മാസം ജോലിയെടുത്ത് നാട്ടിലേക്ക് മടങ്ങുന്നവരാണ് ഗ്ലോബൽ വില്ലേജിലെ കച്ചവടക്കാർ. ബാക്കി 6 മാസം എന്തായിരിക്കും ഇവരുടെ ജോലി എന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും. ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ബലൂൺ കച്ചവടത്തിന്റെ അവകാശം വർഷങ്ങളായി മലയാളികൾക്കാണ്. അതിലേറെയും കോഴിക്കോട്, മലപ്പുറം ജില്ലക്കാർ. കാടാറ് മാസം നാടാറ് മാസം എന്ന പോലെയാണ് ഇവരുടെ ജീവിതം. കഴിഞ്ഞ നാട്ടിൽ പോയാലും നാട്ടിൽ ഈ പെയിന്റിംഗ് വർക്ക്, പുലിപ്പണി അങ്ങനെയുള്ള വർക്ക് എടുത്തിട്ട് സെയിൽസിന്റെ 10% കമ്മീഷൻ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വരുന്നത്. കാരണം നാട്ടിൽ ഈ കൂലിപ്പണി എടുത്താൽ എന്ത് കിട്ടും എന്നുള്ളത് ഇപ്പോൾ അറിയാലോ. ഇതുവരെ 10 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ, അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട് 10 വർഷമായിട്ട്. നാട്ടിൽ VHSC അധ്യാപകനായിരുന്നു ഇദ്ദേഹം. ആദ്യമായാണ് ഗ്ലോബൽ വില്ലേജിൽ ബലൂൺ കച്ചവടത്തിനെത്തുന്നത്. ഞാനിപ്പോൾ ഇതുവരെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്. എത്ര കാലമായിട്ട് പോസ്റ്റിന്റെ പ്രശ്നം. ജോലിക്കാർ നാട്ടിലേക്ക് മടങ്ങിയാലും
നിക്ഷേപകർ പലരും UAE-യിൽ തങ്ങും. അടുത്ത സീസണിലെ ടെൻഡർ നേടാനുള്ള പരിശ്രമത്തിലായിരിക്കും. പിന്നെ ഇനി അടുത്ത 6 മാസത്തേക്ക് വേണ്ടി കാത്തിരിക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ ക്ലറിക്കൽ വർക്ക്സ് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അടുത്ത സീസൺ ഒക്ടോബർ 30 തുടങ്ങും. ഗ്ലോബൽ വില്ലേജിൽ കച്ചവടക്കാരായി ഒത്തുകൂടിയവരുടെ കുടുംബങ്ങൾ ഈ മാസം 30 നാട്ടിൽ ഒത്തുകൂടുന്നുണ്ട്. ഞങ്ങൾ കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. നാട്ടിലെത്തിയിട്ട് ഞങ്ങളൊരു കുടുംബ സംഗമം തിരൂർ നൂറിലേക്ക് എന്ന പാർക്കിൽ ഞങ്ങൾ ഏപ്രിൽ 30 ഉണ്ട്. 50 കുടുംബങ്ങളാണ് നാട്ടിൽ ഒത്തുകൂടുക. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിന്നും ഷാജഹാനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1. അലൈൻ മൃഗശാലയിൽ 2 വർഷത്തിനകം ആന സഫാരിയും ഗൊറില്ല സങ്കേതവും പൂച്ച സംരക്ഷണ കേന്ദ്രവും ആരംഭിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. വന്യമൃഗ സംരക്ഷണത്തിലെ മൃഗശാലയുടെ വീക്ഷണമാണ് പദ്ധതികളിലൂടെ പ്രതിഫലിക്കുന്നത് എന്ന് അധികൃതർ പറഞ്ഞു. KIG വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഫർവാനിയ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ മദ്രസ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഖൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫെസ്റ്റ് KIG പ്രസിഡന്റ് സക്കീർ ഹുസൈൽ തുബൂർ ഉദ്ഘാടനം ചെയ്തു. കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ഈ വർഷം ആരംഭിച്ച ഹെവൻസ് കോഴ്സിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഖുർആൻ റിയാലിറ്റി ഷോ, പ്രാർത്ഥന റിയാലിറ്റി ഷോ എന്നിവ മദ്രസ ഫെസ്റ്റിലെ ഏറ്റവും ആകർഷകമായ ഇനങ്ങളായി. വെൽക്കം ഡാൻസ്, മാർച്ചിംഗ് സോങ്, ഫ്യൂഷൻ ഡാൻസ്, അംബ്രല്ല ഡാൻസ് എന്നിവയ്ക്കൊപ്പം ഒപ്പന, ദഫ്മുട്ട് തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളും അരങ്ങേറി. ഇഹ്സാൻ ഫിറോസിന്റെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങിൽ അനീസ് അബ്ദുസലാം അധ്യക്ഷനായിരുന്നു. ഷെരീഫ് PT, അസ്മർ, സനോജ്, SAP ആസാദ്, അഫ്സൽ ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. KIG കുവൈറ്റ് സംഘടിപ്പിക്കുന്ന ടാലന്റീൻ 2019 വൈജ്ഞാനിക പഠന ക്യാമ്പ് നാളെ മുതൽ വഫറ സിദ്ര ഫാമിൽ ആരംഭിക്കും. കുവൈറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ യാസർ അൽ നഷ്മി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, സൊസൈറ്റി ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ചെയർമാൻ ഡോക്ടർ മഹമ്മൂദ് ഷിഹാബ്, ക്വിൽ ഫൗണ്ടേഷൻ ഡയറക്ടർ KK സുഹൈൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക സഹിഷ്ണുതോത്സവം സംഘടിപ്പിക്കുമെന്ന് ജനറൽ മാനേജർ ഇബ്രാഹിം എലേറ്റിൽ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 14 വെള്ളിയാഴ്ച ഷാർജ എക്സ്പോ സെന്ററിൽ വൈകുന്നേരം 6 പരിപാടി. നടി മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. വിനോദ് നമ്പ്യാർ, CP ശിഹാബ് അലി ബാബ, നിസാർ സെയ്ദ്, മുസ്തഫ വേങ്ങര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. KMCC ദമാം മലപ്പുറം ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. പ്രതീക്ഷ 2019 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടന പരിപാടിയിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ് പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രവാസികൾക്കിടയിൽ ശക്തമായ പ്രചരണ പരിപാടികളാണ് KMCC സംഘടിപ്പിക്കുന്നത്. 20 മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒട്ടനവധി പ്രചരണ പരിപാടികൾ മലപ്പുറം ജില്ലാ KMCC സംഘടിപ്പിക്കുന്നുണ്ട്. ഈ നാട്ടിലും ഇവിടെയും അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയാണ് ഈ വരുന്ന 4-ാം തീയതി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയുടെ ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബാണ്. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾക്കും വനിതകൾക്കുമായി വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ഗായകന്മാർ അണിനിരക്കുന്ന ഗാനമേളയും അരങ്ങേറും. ഹുസൈൻ KP, ഷബീർ തേഞ്ഞിപ്പലം, ജൗഹർ കുനിയിൽ, അബ്ദുൽ ബഷീർ, മുജീബ് കൊളത്തൂർ, ഇക്ബാൽ ആനമങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദമാം. ദുബായിൽ നടന്ന കേരള ക്യാമ്പസ് ലീഗ് ഫുട്ബോളിൽ തലശ്ശേരി ബ്രണ്ടൻ കോളേജ് ജേതാക്കളായി. ഷൂട്ടൌട്ടിൽ തിരുവനന്തപുരം മാർ ബസേലിയസ് കോളേജിനെ പരാജയപ്പെടുത്തിയാണ് ബ്രണ്ടൻ ജേതാക്കളായത്. കേരളത്തിലെ കോളേജ് അലുമിനി അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ അക്കാഫ് വോളണ്ടിയർ ഗ്രൂപ്പാണ് കേരള ക്യാമ്പസ് ലീഗ് ഫുട്ബോൾ സംഘടിപ്പിച്ചത്. കിസൈസ് ബിൽവ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 24 കോളേജ് അലുമിനി ടീമുകൾ മാറ്റുരച്ചു. വാശിയേറിയ ഫൈനലിൽ ജേതാക്കളെ തീരുമാനിക്കാൻ ഷൂട്ടൌട്ട് വേണ്ടിവന്നു. മത്സരത്തിന്റെ ഉദ്ഘാടനം ഫുട്ബോൾ താരം IM വിജയൻ നിർവഹിച്ചു. ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി, ദുബായ് സ്പോർട്സ് കൗൺസിൽ, ദുബായ് പോലീസ്, ദുബായ് ഡ്യൂട്ടി ഫ്രീ പ്രതിനിധികളും സംബന്ധിച്ചു. മീഡിയ 1, ദുബായ്. ഷെയ്ഖ് ഹമദ് ട്രാൻസ്ലേഷൻ അവാർഡിന് ഇത്തവണ മലയാള ഭാഷയെയും പരിഗണിക്കും. വിവിധ വിഭാഗങ്ങളിലായി $20 ലക്ഷം അവാർഡ് തുക. അവാർഡിന്റെ പ്രചാരണത്തിനായി അവാർഡ് സമിതി അംഗങ്ങൾ കേരളത്തിൽ എത്തി. ഖത്തറിലെ ദോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര കമ്മിറ്റിയാണ് ഷെയ്ഖ് ഹമദ് അവാർഡുകൾ നൽകുന്നത്. നേരത്തെ 2 വിഭാഗങ്ങളിലായാണ് അവാർഡ് നൽകിയിരുന്നത്. അറബിയിൽ നിന്നും ഇംഗ്ലീഷിലേക്കും
തിരിച്ചുമുള്ള ട്രാൻസ്ലേഷനുകളാണ് ആദ്യ വിഭാഗം. രണ്ടാമത്തെ വിഭാഗത്തിൽ ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട ഇംഗ്ലീഷ് ഇതര ഭാഷയിൽ നിന്നും അറബിയിലേക്കും തിരിച്ചുമുള്ള പരിഭാഷയ്ക്കാണ് അവാർഡ്. ഈ വിഭാഗത്തിലാണ് ഇതാദ്യമായി മലയാളം ഉൾപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിന് പുറമെ 4 ഭാഷകൾ കൂടി ഇക്കുറി അവാർഡിനായി പരിഗണിക്കുന്നുണ്ട്. അവാർഡിന്റെ പ്രചരണാർത്ഥം അവാർഡ് സമിതി വക്താവും ഖത്തർ യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഡോക്ടർ ഹനാൻ അഹമ്മദ് അൽ ഫയാലി, ഡോക്ടർ ഇംതിനാൻ അസമാദി, റിയാദ് അൽ മുസൈബലി എന്നിവർ കേരളത്തിലെത്തി. اللغة الماليالمية هي تعود إلى عاملين. العامل الأول إما حركة الترجمة الكثيرة في منطقة ما أو في بقعة ما من العالم، أو أحيانا يكون العالم الثاني هو أن الحركة في بقعة ما تكون حركة تحتاج إلى قليلة وتحتاج إلى الكثير والمزيد من التشجيع. ഏറ്റവും മികച്ച പരിഭാഷയ്ക്ക് $1,00,000 അവാർഡ് തുക. മികച്ച രണ്ടാമത്തെ പരിഭാഷയ്ക്ക് $60,000 ലഭിക്കും. മീഡിയ 1 കോഴിക്കോട്. അൽ മദീന ഗ്രൂപ്പിന്റെ അൽ മദീന ഷോപ്പിംഗ് സെന്റർ ഷാർജ മുബൈല റെസിഡൻഷ്യൽ ഏരിയയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഔപചാരിക ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ സാധിക്കും വിധം എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വലിയ ശേഖരം ഒരുക്കിയതായി അൽമദീന ഗ്രൂപ്പ് ഓപ്പറേഷൻസ് മാനേജർ മുഹമ്മദ് അലി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന ഭാഗമായി വലിയ സമ്മാന പദ്ധതികളും വിലക്കുറവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 6 മണി മുതൽ മാളിനു മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഹാസ്യരംഗത്തെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന കലാപരിപാടികളും മറ്റും അരങ്ങേറും. എക്സിക്യൂട്ടീവ് ഡയറക്ടർ അൻസാർ പൊയിൽ, ഡയറക്ടർ അഷ്റഫ് പൊയിൽ, ഡയറക്ടർ അർഷാദ് പൊയിൽ, ജനറൽ മാനേജർ ഹമീദ് ബാബു, മാർക്കറ്റിംഗ് മാനേജർ അരുൺ ഹരീന്ദ്രൻ, HR മാനേജർ അബ്ദുൽ ലത്തീഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1 ഷാർജ. 99 ഐഡിയ ഫാക്ടറി സംഘടിപ്പിച്ച പെപ്ടോക് 2 ശ്രദ്ധേയമായി. വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തിയ പ്രതിനിധികൾ വിദേശ നിക്ഷേപ സാധ്യതകൾ പങ്കുവച്ചു. റോബോട്ടിക് ഷോ ആയിരുന്നു ചടങ്ങിലെ മുഖ്യ ആകർഷണം. മീഡിയ 1 ആയിരുന്നു ചടങ്ങിന്റെ മീഡിയ പാർട്ണർ. ആകുലതയല്ല, ആഗോളമാണ് പുതിയ ബിസിനസ് സാധ്യത എന്ന സന്ദേശം സംരംഭകർക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയാണ് പെപ്ടോക് 2 സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന കേസിൻ സമ്മിറ്റ് മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം ജീവിതത്തിന് അർത്ഥമുണ്ടാവണമെങ്കിൽ നിങ്ങൾ ബിസിനസിന്റെ രംഗത്തൊക്കെ ശോഭിച്ചു നിങ്ങൾ ഒരിക്കലും പിന്നിലേക്ക് വലിയുകയല്ല, നേരെമറിച്ച് ഒരു കല്ലിനടിയിൽ പോയി താമസിക്കുകയല്ല, നേരെമറിച്ച് ഉജ്ജ്വലരായിട്ട് മുന്നോട്ട് നയിക്കപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാന ആംബിഷൻ. ശ്രീലങ്ക, തായ്ലൻഡ്, UK, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതത് രാജ്യങ്ങളിലെ നിക്ഷേപ സാധ്യതകൾ കേരളീയർക്ക് പരിചയപ്പെടുത്തി. വൈകിട്ട് നടന്ന ചടങ്ങിൽ പ്രശസ്ത സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യാതിഥിയായി. ആർക്കും വേണ്ടാതെ പ്ലാവിന്റെ ചുവട്ടിൽ വീണ് നശിച്ചു പോയിക്കൊണ്ടിരുന്ന ചക്കയ്ക്ക് ഇന്ന് ലോകവിപണിയിലെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പല അമേരിക്കൻ സൂപ്പർ മാർക്കറ്റുകളിലും ചക്കപ്പഴം പാക്ക് ചെയ്ത് വന്നിരിക്കുന്നതിന്റെ വില വായിച്ചു നോക്കിയാൽ മതി. പുതിയ കാലത്തെ റോബോട്ടിക് സാധ്യതകൾ പരിചയപ്പെടുത്തി അലി റിസയുടെ നേതൃത്വത്തിൽ നടന്ന പ്രദർശനവും ശ്രദ്ധേയമായി. മീഡിയ 1 മലപ്പുറം.